കണക്കുകൾ കൊണ്ട് മാത്രം എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കണക്കിനപ്പുറത്തേക്കും ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തിരുത്തലുകളുടെ കാര്യത്തിൽ ഒരു സങ്കോചം കാണിക്കേണ്ട കാര്യമില്ല. ശബരിമലയിലെ വിഷയങ്ങൾ വിശ്വാസികളെ എങ്ങനെ ബാധിച്ചു, സ്വാധീനിച്ചു, ആ ജനങ്ങൾ ഞങ്ങളെ എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി കണ്ടു, അത് ചോദിക്കണം, അവഗണിക്കാൻ പാടില്ല. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്തിന് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് ചെയ്യണം. വളരെ ഉത്തരവാദിത്വപൂർവ്വം സംസാരിക്കേണ്ട ചില മതസംഘടനകളുടെ നേതാക്കന്മാർ അവർ ചിലപ്പോൾ പാലിക്കേണ്ട ചുമതലാബോധം, ഉത്തരവാദിത്വബോധം കാണിക്കാൻ മടിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം കെടുതികൾ LDF ചുമക്കേണ്ടതല്ല. അസൗകര്യമുണ്ടാക്കുമെങ്കിൽ പോലും ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങളല്ല ചോദിക്കപ്പെടണം. കണ്ടുപിടിക്കപ്പെടേണ്ട എല്ലാ ഉത്തരങ്ങളും കണ്ടുപിടിക്കപ്പെടണം. ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ ഞങ്ങളെ എന്നും അവർ പിന്തുണച്ച് പോന്നിട്ടുണ്ട്. ആ അളവിൽ ഇത്തവണ ആ പിന്തുണ കണ്ടില്ല. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് 3 മുന്നണികൾക്കും നൽകുന്നത് തിരിച്ചറിവിൻ്റെ വലിയൊരു രാഷ്ട്രീയ പാഠമാണ്. അപ്രതീക്ഷിതമായുണ്ടായ ഉയർച്ചയും താഴ്ചയും രാഷ്ട്രീയ പാർട്ടികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 2026 കച്ചമുറുകുമ്പോൾ മുന്നണികൾക്ക് ഇനിയുള്ള മാസക്കാലം അതീവ നിർണായകവുമാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം. നമസ്കാരം. ഇത് രാഷ്ട്രീയമാണ്, എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ജനവിധിയായിരുന്നു ഈ 2025. രാഷ്ട്രീയത്തിൽ ജയമുണ്ടാകും, പരാജയമുണ്ടാകും. ചിലപ്പോൾ അത് പ്രതീക്ഷിക്കാത്തതുമാകാം. പ്രതീക്ഷിക്കാത്ത ജയം, പ്രതീക്ഷിക്കാത്ത പരാജയം, അതൊക്കെ സംഭവിക്കാം. ഞങ്ങളെല്ലാം ഓർത്തത് നല്ല വിജയമായിരുന്നു. അതിന് വെറും തോന്നലല്ലായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തികളെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ, ഈ കഴിഞ്ഞ കാലത്ത് ഈ സർക്കാർ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ, എല്ലാ തുറകളിലും ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ, ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെയും വളർച്ചയുടെയും പാതകൾ ചെയ്ത സംഭാവനകൾ, ഇവിടുത്തെ ജീവിതങ്ങളിലുണ്ടാക്കിയിട്ടുള്ള പുതിയ പോസിറ്റീവായ നല്ല മാറ്റങ്ങൾ, അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരുപാട് നന്മകൾ കേരളം കണ്ട കാലമാണ് ഈ കാലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ മത്സരത്തിന് പോകുമ്പോൾ വിജയിക്കാം, പരാജയപ്പെടാം. അതിൽ വിജയം പോലെ തന്നെ സ്വാഭാവിക പരാജയവും. ആ പരാജയം പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കപ്പെട്ടുണ്ടാകാവുന്നൊരു ചെറിയ ഇച്ഛാഭംഗമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പരാജയപ്പെടുന്നതോടുകൂടി എല്ലാം തീർന്നു, തകർന്ന് താറുമാറായി, ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നതല്ല ഞങ്ങൾ. പരാജയമാണ്. അതിൻ്റെ പാഠങ്ങൾ പഠിക്കണം, തിരുത്തണം, മുമ്പോട്ട് പോകണം. ആ രീതിക്ക് ഈ പരാജയത്തെ തന്നെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കേണ്ടത്. തെറ്റുകൾ പറ്റിയെങ്കിൽ ആ തെറ്റുകളെ നോക്കി തെറ്റാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് അവ തിരുത്താനുള്ള കഴിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിവ്. അതാണ് LDFൻ്റെ വഴി കാണിക്കേണ്ട വഴിയെന്ന്, LDFന് വഴി കാണിക്കേണ്ടതെന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. ആ വഴിക്ക് കൂടി ഞങ്ങൾ പോകും. ഞങ്ങൾ വളരെ പ്രതീക്ഷാപൂർവ്വമാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത്. അടുത്ത ഏതാനും മാസം കഴിയുമ്പോൾ, ഏതാനും മാസം 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ വരും. ആ ഇലക്ഷനിൽ LDFൻ്റെ 3ാം ഊഴം ഉണ്ടാകണം. ആ 3ാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടി ഒരു വലിയ ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാക്കണം. ആ മുന്നേറ്റത്തിൽ ജനങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അവരെ അണിനിരത്തിക്കൊണ്ട്, അവരുടെ ഈ വിധിയെഴുത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും LDFൻ്റെ 3ാം ഊഴം സാധ്യമാകുമെന്നാണ് CPIയുടെ ബോധ്യം. അതാണ് LDFൻ്റെ ബോധ്യം. ഈ 10 വർഷം ഭരിച്ചൊരു മുന്നണിയാണ്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യവും ഏറെക്കുറെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതിൽ ഏറെക്കുറെ കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചു, ഏറെക്കുറെ നടപ്പാക്കിയെന്നും പറയാം. പ്രത്യേകിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ വികസന കാര്യങ്ങൾ, വികസന നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പുമൊക്കെ തന്നെ എണ്ണി നിരത്തിയാണ് ജനങ്ങളെ നേരിട്ടത്.
പക്ഷേ എന്തുകൊണ്ടൊരു ഭരണവിരുദ്ധത ഉണ്ടായി എന്നതിന് ഈ ജനക്ഷേമ പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളിൽ നിന്ന് ഇടതുമുന്നണി അകന്നു പോകാനുണ്ടായൊരു കാരണം, പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ രീതിയിൽ ഇടതുപക്ഷം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അവിടെ എങ്ങനെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റിയെന്നാണ്? അതെ, അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നതും. ഇപ്പോൾ LDFിൻ്റെ കൂട്ടായ ചർച്ചകളിലും അന്വേഷണങ്ങളിലും LDFിലെ ഘടക പാർട്ടികളുടെ എല്ലാം സ്വന്തം മീറ്റിങ്ങുകളിലും ചർച്ചകളിലും എല്ലാം ഈ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഇത്രയേറെ ജനക്ഷേമങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രയും നിഷേധ്യമായ വികസന പാതയിലേക്ക് കേരളത്തെ നയിച്ചിട്ടും എന്തുകൊണ്ട് ഈ വിധിയെഴുത്തുണ്ടായി? എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു പരാജയമുണ്ടായി എന്ന് ഞങ്ങൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് ചെറിയ പരാജയമായിട്ട് കാണേണ്ടതിനെ. കാരണം എല്ലാ തലങ്ങളിലും ഗ്രാമ നഗര ഭേദമന്യേ, തെക്ക് വടക്ക് ഭേദമന്യേ LDFിനൊരു പരാജയമുണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ ഗൗരവപൂർവ്വം കാണണം. അത് കാണുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട തിരുത്തലുകൾക്കുള്ള മുന്നോപാധിയാണ്. ആ തിരുത്തൽ വേണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഘടകങ്ങൾ ജനവിധിയെ സ്വാധീനിക്കുമെന്ന് ഞങ്ങളെല്ലാവരും കരുതിയ ഈ ഘടകങ്ങൾ, ആ ഘടകങ്ങൾക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ടോ എന്ന ചോദ്യം റിലവൻ്റാണ്. ആ ചോദ്യത്തെ ഞങ്ങൾ ഗൗരവമായിട്ട് കാണണം. അതിനെ കണ്ണടയ്ക്കാൻ പാടില്ല. യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ തന്നെ കാണണം. യാഥാർത്ഥ്യങ്ങൾ ചിലതൊക്കെ ചിലപ്പം നമുക്കൊരു അസൗകര്യമുണ്ടാക്കിയേക്കാം. നമുക്ക് തൽക്കാലത്തേക്ക് അസൗകര്യമുണ്ടാക്കുമെങ്കിൽ പോലും ചോദിക്കപ്പെടേണ്ട ചോദ്യങ്ങളെല്ലാം ചോദിക്കപ്പെടണം. കണ്ടുപിടിക്കപ്പെടേണ്ട എല്ലാ ഉത്തരങ്ങളും കണ്ടുപിടിക്കപ്പെടണം. അല്ലെങ്കിൽ ഈ ഒരു പരിശോധന, ഈ പറയുന്ന തിരുത്താനും തിരിച്ചു വരാനും വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ ഈ യാത്ര, ഈ പ്രക്രിയ അത് അപൂർണമായിരിക്കും. അപൂർണമായിട്ട് നിർത്താൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ, LDF മാത്രമേ ഉള്ളൂ. അതിൽ ഞങ്ങളുടെ ബോധ്യം, CPIയുടെ ബോധ്യം, കേരളത്തിലെ LDFിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ വിജയവും വളർച്ചയുമെല്ലാം കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ കാണുന്നത് ഒരു ലാർജർ പെർസ്പെക്റ്റീവിലാണ്. ഈ വലിയ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നാളത്തെ ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ എല്ലാം ഒരു വഴി ചൂണ്ടിക്കാണിക്കേണ്ട കടമയുള്ള ഗവൺമെൻറ്റായിട്ടാണ്, മുന്നണിയായിട്ടാണ് ഞങ്ങൾ LDFിൽ കാണുന്നത്. അത് വെറും ഒരു ഇലക്ഷൻ കൂട്ടുകെട്ടല്ല, താൽക്കാലിക പ്രതിഭാസമല്ല. ഇതാണ് ഇന്ത്യക്ക് വഴി കാണിക്കേണ്ടത്. രാജ്യത്താകമാനം BJP വാഴ്ചയ്ക്ക് കീഴിൽ വലിയ പ്രതിസന്ധിയുണ്ട്. പാവങ്ങൾ കനത്ത നിരാശയിലാണ്. രാജ്യത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റാണ് കേരളം. അവിടെ പോലും സാധാരണക്കാരിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നുവെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് മാത്രമാണ് പറയുന്നത്. അകന്നു പോകുന്നുവെങ്കിൽ, താഴെത്തട്ടിൽ പോലും അകന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോദി ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമല്ല കമ്മ്യൂണിസ്റ്റ് ആശയമെന്നല്ലേ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്? ഞാൻ അതാണ് പറയാൻ ശ്രമിച്ചത്. ഈ ഒരു ഇരുട്ട് രാജ്യവ്യാപകമായി ശക്തിപ്പെടുമ്പോൾ ആ ഇരുട്ടിൻ്റെ മുമ്പിൽ കേരളം കൊളുത്തി വെച്ച വെളിച്ചമുണ്ട്, ആണ് LDF. ആ LDFിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ജനബന്ധമാണ്, ജനങ്ങളുമായുള്ള പൂർണ്ണമായ ഹൃദയബന്ധമാണ്, ജനങ്ങൾക്ക് ഈ പക്ഷത്ത് വിശ്വാസമാണെന്നുള്ള പ്രഖ്യാപനമാണ്. അതിനകത്തുണ്ടാകുന്ന ഏത് ചെറിയ പാളിച്ചയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ജനങ്ങളുടെ തീരുമാനങ്ങളും പിന്തുണയും നിർണായകമായ ഒരു വേളയിൽ ആ ജനവിധിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു മുന്നറിയിപ്പ്, അതിനെ ഞങ്ങളെല്ലാ ഗൗരവത്തിലും കാണണം, പരിശോധിക്കണം, പാഠങ്ങൾ പഠിക്കണം. പാഠങ്ങൾ പഠിക്കലൊരു ചീത്ത ഗുണമല്ല, നല്ല ഗുണമാണ്. തെറ്റുകൾ തിരുത്തലൊരു ഇടതുപക്ഷ സ്വഭാവമാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ് തെറ്റുകൾ തിരുത്തൽ. അതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ ധൈര്യം ഞങ്ങൾക്കേ ഉള്ളൂ. തെറ്റ് പറ്റിയാൽ തെറ്റ് പറ്റിയെന്ന് യാതൊരു സങ്കോചവും കൂടാതെ ജനങ്ങളോട് പറയാനും അവരെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ തെറ്റുകൾ തിരുത്താനുമുള്ള ആർജവത്തിൻ്റെ പേരാണ് ഇടതുപക്ഷത്തിൻ്റെ ആർജവം. അതില്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഒരുപോലെയായിരിക്കും. വീണത് വിദ്യയാണെന്ന് പറയും വലതുപക്ഷം, വീണത് വിദ്യയാണെന്ന് പറയേണ്ടവരല്ല ഇടതുപക്ഷം.
ഇടതുപക്ഷം വാക്കിൽ, പ്രവൃത്തിയിൽ, സ്വഭാവത്തിൽ, അപഗ്രഥനത്തിൽ, വിശകലനത്തിൽ എല്ലാം വ്യത്യസ്തമായ പക്ഷമായിരിക്കണം. അതുകൊണ്ട് ഇവിടെയും വേണം ഒരു ഇടതുപക്ഷ വഴി എന്നാണ് CPIയുടെ ബോധ്യം. തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് പറയാനുള്ള ഒരു ആർജവം അത് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇപ്പോൾ കൈമോശം വന്നു പോയി എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇപ്പോഴും CPM നേതാക്കന്മാർ തെറ്റുപറ്റി എന്നവരിപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ ആ കണക്കുകൾ പിടിച്ചാണ് അത് പരാജയം കനത്തൊരാഘാതം അല്ലെങ്കിൽ ഭരണവിരുദ്ധത ഉണ്ടായിട്ടില്ല എന്ന് കണക്കുകളിൽ പിടിച്ചാണ് ഈ വാക്സാമർത്ഥ്യത്തിലൂടെ അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, കണക്കുകൾ പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് കണക്കുകൾക്ക് പ്രാധാന്യം കൂടുകയാണ്. അങ്ങനെ നോക്കിയാൽ 2010 കണക്ക് നോക്കാം. നമുക്ക് 2010 കണക്ക് നോക്കിയാൽ ഇതുപോലെ പരാജയമുണ്ടായി LDFന്. പക്ഷേ അതേ LDF 2011 അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും വളരെ വലിയ തിരിച്ചുവരവ് കാണിച്ചു കൊടുത്തു. 2 സീറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അന്ന് തുടർഭരണമില്ലാതായത് LDFന്. പക്ഷെ കണക്ക് കൊണ്ട് മാത്രം നമുക്കെല്ലാ രാഷ്ട്രീയ പ്രശ്നത്തിനും രാഷ്ട്രീയ ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുകയില്ല. കണക്കുകൾ കൊണ്ട് മാത്രം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റില്ല. അതുകൊണ്ട് കണക്കിനപ്പുറത്തേക്കും ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. കണക്കുകൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവയെ അവതരിപ്പിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ തിരുത്തലുകളുടെ കാര്യത്തിൽ ഒരു സങ്കോചം കാണിക്കേണ്ട കാര്യമില്ല. തിരുത്തൽ നശിക്കാൻ വേണ്ടിയല്ല, തിരുത്തൽ കീഴ്പ്പെടാൻ വേണ്ടിയല്ല, തിരുത്തൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ വിഷയമായി മറുഭാഗത്ത് BJPയും കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കാട്ടിയത് ഏറ്റവും ശക്തമായൊരു പ്രചാരണ ആയുധമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേത് ശബരിമല സ്വർണ്ണക്കൊള്ള. ഭരണവിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടാനുള്ള ഒരു പ്രധാന കാരണമായി ശബരിമല വിഷയം ആയിരുന്നു എന്ന് CPI കരുതുന്നുണ്ട്. ഞങ്ങളതിനെപ്പറ്റി ഒരു പ്രാഥമികമായ ചർച്ച നടത്തിയിട്ടുണ്ട് പാർട്ടിക്കകത്ത്. ഓൺലി അറ്റ് ദ പ്രൈമറി ലെവൽ ഞങ്ങളുടെ പാർട്ടിയുടെ യോഗങ്ങൾ ചേരാൻ പോവുകയാണ് 29, 30 എല്ലാമായിട്ട്. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച കൂടിയ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതേപ്പറ്റി ഒരു ചെറിയ രൂപത്തിലുള്ള അന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ നിഗമനം ഈ വിഷയത്തിന് ഗൗരവമുണ്ടെന്നാണ്. വിശ്വാസങ്ങളുടെ പ്രാധാന്യം കാണണം ഇടതുപക്ഷം. വിശ്വാസങ്ങളെയും വിശ്വാസികളെയും അവഗണിക്കാൻ പാടില്ല. ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഞങ്ങൾക്ക് ആദരവാണ് എല്ലാ യഥാർത്ഥ വിശ്വാസങ്ങളോടും. യഥാർത്ഥ വിശ്വാസങ്ങൾ വീണ്ടും പറയും, യഥാർത്ഥ വിശ്വാസങ്ങളോട് ആദരവാണ് ഞങ്ങൾക്ക്. വിശ്വാസ കാപട്യങ്ങളല്ല, കപടവിശ്വാസങ്ങളുമല്ല. ഇവിടുത്തെ യാഥാർത്ഥ്യമാണ് മതങ്ങൾ, വിശ്വാസം. ഭൂരിപക്ഷം ജനങ്ങളും ഏതെങ്കിലും മതത്തിലെ വിശ്വാസികളാണ്. ജനങ്ങളുമായിട്ട് ബന്ധമുള്ളൊരു പക്ഷത്തിന് അതുകൊണ്ട് വിശ്വാസങ്ങളെ സംശയത്തോടെ കാണാൻ കഴിയുകയില്ല. ഞങ്ങൾ വിശ്വാസങ്ങളെ ആ അർത്ഥത്തിൽ മാനിക്കുന്നവരാണ്. അതേസമയം ഇവിടെ വിശ്വാസ ഭ്രാന്തുണ്ട്, മതമൗലികവാദമുണ്ട്, മതത്തിൻ്റെ പേര് പറയുന്ന തീവ്രവാദമുണ്ട്. ഞങ്ങളതിന് മുച്ചൂടുകെതിരാണ്. ആ നിലപാടുള്ള LDFന് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ, ശബരിമലയിലെ വിഷയങ്ങൾ വിശ്വാസികളെ എങ്ങനെ ബാധിച്ചു, സ്വാധീനിച്ചു, ആ ജനങ്ങൾ ഞങ്ങളെ എങ്ങനെ ഇതുമായി ബന്ധപ്പെടുത്തി കണ്ടു, അത് ചോദിക്കണം, അവഗണിക്കാൻ പാടില്ല. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് ചെയ്യണം. ഇതാണ് CPI കാഴ്ചപ്പാട്. ശബരിമലയിൽ ഈ അയ്യപ്പ വിഗ്രഹമായാലും സ്വർണ്ണപ്പാളിയായാലും അത് കടത്തുന്നു, അത് അന്താരാഷ്ട്ര മാഫിയ ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ പല കേസുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ഗോവർദ്ധനൻ പല പേരുകളും പുറത്തു. നമ്മളൊക്കെ ഞെട്ടിച്ച് ഒരിക്കൽ പോലും പക്ഷെ കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു വിഷയത്തിൽ ശബരിമല ഒരു വിഷയമായി അല്ലെങ്കിൽ ശബരിമലയൊക്കെ ഒരു ആയുധമാക്കി മാറിയപ്പോഴും ഇവരാരും ഇത് കണ്ടില്ല എന്ന് പറയുമ്പോഴാണ്. LDF ഗവൺമെൻറ്റിന് ഈ കൊള്ളയിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. സത്യം പുറത്തു വരണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം, ഒരാരായാലും അവർക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. ഈ നിലപാടിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ഒരു പ്രമുഖ പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രമുഖ പാർട്ടി CPM ആണ്. ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില പ്രവർത്തകന്മാരടക്കം
തടവിലായത് ഈ സർക്കാർ ഭരിക്കുമ്പോഴാണ്. അവരാരെയും രക്ഷിക്കാൻ നോക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ ഗവൺമെൻറ്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റിന് ഒറ്റ നിലപാടേ ഉള്ളൂ, സത്യം പുറത്തു വരണം. വിശ്വാസികളുടെ മനസ്സിലുള്ള ഈ ആശങ്കയെപ്പറ്റിയുള്ള ഒരു കരുതലുണ്ട് ഗവൺമെൻറ്റിന്. പക്ഷേ ജനങ്ങൾക്ക് ആ കരുതൽ ബോധ്യപ്പെട്ടില്ല, കുറച്ച് പേർക്കെങ്കിലും. ആ കുറച്ച് പേര് അത് ബോധ്യപ്പെടാത്തതുകൊണ്ടായിരിക്കാം, അതുകൂടെ ഘടകമാക്കിയിട്ടായിരിക്കാം ഞങ്ങൾക്ക് വോട്ട് ചെയ്തു പോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടുകൊണ്ട് മറ്റേതോ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പതിവ് പോലെ തന്നെ UDFും BJPയും എല്ലാം ഒന്നിച്ചാണ് ഞങ്ങളെപ്പറ്റിയുള്ള കഥകൾ വിനഞ്ഞത്, എതിർക്കാൻ വേണ്ടി രംഗത്ത് വന്നത്. ഇതെല്ലാം അവർക്ക് നേട്ടമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കണം. അതാണ് CPI നിലപാട്. അതാണ് ഞങ്ങളുടെ കമ്മിറ്റിക്ക് ശേഷം പാർട്ടി പുറത്തിറക്കിയ ഒരു കമ്മ്യൂണിക്കേയുണ്ട്. ആ കമ്മ്യൂണിക്കേയിൽ ഞങ്ങൾ ഇക്കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രത്യേകമായ നിലപാടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം. പ്രത്യേകിച്ചും ഭൂരിപക്ഷ മതതീവ്രവാദം ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം നിഹനിക്കാൻ വേണ്ടി കൂപ്പുകൂട്ടി പാഞ്ഞു വരുമ്പോൾ ചാതുർവർണ്ണയവും അതിൻ്റെ ഹിന്ദുത്വ തീവ്രവാദം ഹിന്ദുമതമല്ല കേട്ടോ. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഇന്നും നാളെയും പറയും, ഹിന്ദുമതം വേറെ, ഹിന്ദുത്വവാദം വേറെ. BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വവാദം യഥാർത്ഥ ഹിന്ദുമതമല്ല. അതാണ് ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു കലവറയും കൂടാതെ SITയുടെ അന്വേഷണങ്ങൾക്ക് നിരുപാധികമായി പിന്തുണ കൊടുത്തത്. ഗവൺമെൻറ്റിൻ്റെ നീതിബോധം കാണിക്കുകയാണത്. പക്ഷേ ആ നിലപാടും ആ നീതിബോധവും ഇതിലെ നിലപാടിൻ്റെ ശരികളും വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ, വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് വേണ്ടത്ര കഴിയാതെ പോയിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കും ഇതേ വിഷയമുണ്ടായി. എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങളുടെ ഒരു നാച്ചുറൽ അലൈ, സ്വാഭാവിക ബന്ധുക്കളായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. അവർ ഞങ്ങളെ അങ്ങനെ കണ്ടു പോന്നിട്ടുള്ളത് പൊതുവിൽ. പക്ഷേ അവർക്കും ഞങ്ങളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായത്? അതിനുള്ളൊരു പ്രധാനമായൊരു ഘടകമായി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളും വെള്ളാപ്പള്ളിയെ തടയാൻ ഒരു ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി ശ്രമിച്ചില്ല എന്നുള്ളതുമൊക്കെ അവരിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയോ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ? ന്യൂനപക്ഷങ്ങൾ പൊതുവിൽ ഞങ്ങളെ എന്നും അവർ പിന്തുണച്ച് പോന്നിട്ടുണ്ട്. ആ അളവിൽ ഇത്തവണ ആ പിന്തുണ കണ്ടില്ല. ക്രിസ്ത്യൻ അതിനേക്കാളേറെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞങ്ങളെ എന്നും കണ്ടതുപോലെയല്ല ഇപ്രാവശ്യം കണ്ടത്. അതെന്തുകൊണ്ടുണ്ടായി എന്ന് ഞങ്ങൾ നോക്കണം, പരിശോധിക്കണം, പഠിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളീ പറഞ്ഞ വിഷയം ഒരു മാറ്റിവെക്കേണ്ട ഒന്നല്ല. വളരെ ഉത്തരവാദിത്വപൂർവ്വം സംസാരിക്കേണ്ട ചില മതസംഘടനകളുടെ നേതാക്കന്മാർ അവർ ചിലപ്പോൾ പാലിക്കേണ്ട ചുമതലാബോധം, ഉത്തരവാദിത്വബോധം കാണിക്കാൻ മടിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം കെടുതികൾ LDF ചുമക്കേണ്ടതല്ല. LDF ഉത്തരവാദിത്വം ഇല്ല അതിൻ്റെ ഒന്നും. പക്ഷെ പല കാരണം കൊണ്ടും അതിൻ്റെ എല്ലാം ഒരു ഭാരം ചുമക്കേണ്ട ഭാരം LDFൻ്റെ ചുമലിൽ വന്ന് വീണു. അതേപ്പറ്റി ഞങ്ങൾ പരിശോധിക്കണം. അപ്പോൾ അവരോടൊക്കെയുള്ള സമ്പർക്ക ബന്ധങ്ങളെല്ലാം ഒരു വിലക്കേണ്ട എന്നാണെന്ന് ഞാൻ പറയുകയില്ല. ഇതൊക്കെ അവർക്ക് ഇവിടെ ഉള്ളവരാണല്ലോ. പക്ഷെ ഒരു കാരണം വെച്ചാൽ അത്തരം കൂട്ടർക്കാർക്കും LDFൻ്റെ ശബ്ദം തങ്ങൾ പറയും പോലെയാണെന്നും LDF നിലപാട് തങ്ങൾ പറയുന്നതാണെന്നുമുള്ള ധാരണപ്പശുണ്ടായിട്ട് അവർ ഓരോരോ വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മേൽ വന്ന് പതിയുന്ന അവസ്ഥ ഗുണകരമല്ല. അത് ഞങ്ങൾ അറിയുകയും അത്തരത്തിൽ പെരുമാറുകയും വേണം. അതായത് ഒരു ഘട്ടത്തിൽ പോലും അത്തരക്കാരെ LDFനൊപ്പം നിന്നാൽ പോലും അവരൊരു പരിധി വിടുമ്പോൾ അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ടില്ല. അതൊരു വീഴ്ച തന്നെയല്ലേ? പാഠം പഠിക്കുക എന്ന് പറയുമ്പോഴേക്കും ആ പാഠങ്ങളിൽ ഇതെല്ലാം പെടും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് അവിടെ പറ്റിയൊരു വീഴ്ച അല്ലെങ്കിൽ തിരുത്തേണ്ടത്, അവിടെ ഒരു തിരുത്തൽ വരുത്തേണ്ടതുണ്ട്.
ഈ വെള്ളാപ്പള്ളി വിഷയത്തിലൊരു തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ കൃത്യമായി തന്നെ മുന്നണിയിൽ നിങ്ങൾ ബോധ്യമാണ്. അതായത് CPI ആണല്ലോ ഇടത്, CPI എങ്കിലും തിരുത്തിയില്ലെങ്കിൽ പിന്നെ CPM-നെ ആര് തിരുത്തുമെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. LDF-നകത്ത് ചർച്ചകൾക്കുള്ള സ്കോപ്പ് വേണ്ടത്രയുണ്ട്. ആ സ്കോപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയാനും ചർച്ചയ്ക്കുള്ള അവസരമുണ്ടാക്കാനും എല്ലാ കാലത്തും CPI ശ്രമിച്ചിട്ടുണ്ട്, നാളെയും ശ്രമിക്കും. CPIക്ക് LDF-ൻ്റെ ഭാവി പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ വോട്ടിൻ്റെയോ വിജയത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയുടെ വഴിയായിട്ടാണ് ഞങ്ങൾ LDF-നെ കാണുന്നത്. ആ LDF ഞങ്ങളുടേതാണ് എന്ന് വെച്ചാൽ എത്രമാത്രം LDF CPM-ൻ്റേതാണോ അത്രമാത്രമോ അതിനേക്കാൾ കൂടുതലോ LDF CPI-യുടേതുമാണെന്ന കാര്യം ഉറപ്പാണ് CPIക്ക്. പക്ഷെ 5 വർഷങ്ങൾക്കിപ്പുറം 2026 നേരിടുമ്പോൾ അത്രയേറെ ഒരു ആത്മവിശ്വാസമൊന്നും തന്നെ, ആ ഒരു ആർജവം ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ടോ എന്ന് സംശയമാണ് ന്യൂനപക്ഷങ്ങളുടെ പല കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നത്. അവർ തന്നെ ഉദാഹരണമായി പറയുന്നത്, പലപ്പോഴും ഈ ഇടതുപക്ഷത്തെ നയിക്കുന്ന CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ എടുത്തു പറയുകയാണ്. പലപ്പോഴും ഈ RSS-നോ അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾക്കോ എവിടെയൊക്കെയൊക്കെ കീഴ്പ്പെട്ടു പോകുന്നു, എവിടെയൊക്കെ നയങ്ങൾ പോലും അടിയറവ് വെക്കേണ്ടി വരുന്നു എന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ന്യൂനപക്ഷ കോണുകളിൽ നിന്ന് ആശങ്കകൾ ഉണ്ടാകുന്നത്. ന്യൂനപക്ഷങ്ങൾ ഞങ്ങളെ കണ്ടുപോകുന്നത് അവരുടെ സ്വാഭാവിക ബന്ധുക്കളായിട്ടാണ്. നാച്ചുറൽ അലൈ എന്ന വാക്ക് നേരത്തെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപോകുന്നത്. അതാണ് ശരിയും. 5 കൊല്ലം മുമ്പ് ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു. ഒന്നൊരു ഭൂരിപക്ഷ വർഗീയതയെ ഫാസിസ്റ്റ് രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള തത്രപ്പാടുമായിട്ട് നിൽക്കുന്ന BJP RSS ഒരു ഭാഗത്ത്, ന്യൂനപക്ഷ അവകാശങ്ങളെ അത് ഇന്ത്യയിലെമ്പാടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അലകൾ ചെറിയ അളവിലെങ്കിലും ചിലപ്പോൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, കേരളത്തിലോട്ടും. ഇപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ സ്ഥിതി വീണ്ടും മോശമായി. ഇവിടെ ഒരു ക്രിസ്മസ് കരോൾ പോലും കുറ്റമാണെന്ന് പറയുന്നു RSS-ഉം BJP-യും. കരോൾ ഗാനം പാടിയാൽ അടിക്കുമെന്ന് പറയുന്നു BJP RSS-കാർ. പല ഭാഗത്തും കരോൾ ഗാനം പാടിയവർക്കും ക്രിസ്മസ് ആഘോഷിച്ചവർക്കും നേരിട്ടുള്ള ഒരുപാട് ഫിസിക്കൽ അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട്, ആക്രമണം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ പല ഭാഗത്തും. സർവോപരി SIR-ൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളെ, ദളിതരെ, പാവങ്ങളെ പ്രത്യേകിച്ച് കണ്ടെത്തി അവരുടെ പേര് വെട്ടി മാറ്റിക്കൊണ്ട് അവരുടെ മൗലികാവകാശമാണ് വോട്ടവകാശം, അതിൽ നിന്ന് പോലും അവരെ മാറ്റാൻ നീക്കമുണ്ടാകുന്നു. അപ്പോൾ 5 കൊല്ലം മുമ്പുള്ള കേരളമോ ഇന്ത്യയോ അല്ല ഇത്. 5 കൊല്ലം കഴിയുമ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളുടെ രൂക്ഷത കൂടുകയാണ്. ആ രൂക്ഷത കൂടുമ്പോഴത്തേക്കും അവർക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതലായി സ്നേഹം വേണം ഞങ്ങളോട്, വിശ്വാസം വേണം ഞങ്ങളോട്. അവിടെയാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്, എന്തുകൊണ്ട് ഈ വോട്ടിങ്ങിൽ അത് കണ്ടില്ല എന്ന്. അതുകൊണ്ട് നിശ്ചിതമായി തന്നെ ഇടതുപക്ഷത്തിൻ്റെ മനസ്സിലുള്ള സ്വാഭാവിക ബന്ധമുണ്ട് അവരോട്, ന്യൂനപക്ഷങ്ങളോട്. ന്യൂനപക്ഷങ്ങൾക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ടൊരു ബന്ധമുണ്ട്. ഈ പാരസ്പര്യം ഉണ്ടായിരുന്നു. ആ പാരസ്പര്യം 5 കൊല്ലം മുമ്പുള്ളതിനേക്കാളും ശക്തിപ്പെടേണ്ട ഈ കാലത്ത് അതിനകത്ത് എന്തെങ്കിലും മെല്ലപ്പോക്കോ ഇടിവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കലവറയും കൂടാതെ ഞങ്ങളതിനെപ്പറ്റി പഠിക്കണം. പഠിക്കുമ്പോഴത്തേക്കും ഏത് വിഷയവും ചോദിക്കാൻ പഠിക്കേണ്ടതില്ല. ഇന്നത് ചോദിക്കാൻ പാടില്ല. പണ്ട് സിനിമയിൽ പറയും പോലെ പോളണ്ട് എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയൊന്നുമില്ല. ഏത് വിഷയവും പറയാം. നമുക്ക് എന്താ വേണ്ടത്? LDF-ന് വേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. LDF-ൻ്റെ എല്ലാ കാലത്തെയും ചിരകാല ബന്ധുവായ ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം LDF-നെ പഴയതുപോലെ കാണണം, സ്നേഹിക്കണം. അതൊരു കൊടുക്കൽ വാങ്ങലല്ല, ഒരു രാഷ്ട്രീയ വിശ്വാസമാണത്. ഈ ഭൂരിപക്ഷത്തോടുള്ള ഒരു ചായ്വ് ഉണ്ടാകുന്നു. അത് ഈ 2024 ശേഷം 2026 വരുമ്പോൾ ഈ 2 വർഷം പ്രകടമായ രീതിയിൽ ഒരു വലിയ മാറ്റമുണ്ടായി. ഇതാണോ ഈ ഇടത് ഹിന്ദുത്വ എന്ന പേര് പോലും നമ്മൾ കേട്ട് ശീലിക്കുകയാണ്? അത്ര ചില രാഷ്ട്രീയ പണ്ഡിതന്മാർ തിരക്ക് പിടിച്ചോരോരോ മുദ്ര ചാർത്തും. ഇടതുപക്ഷ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആരാണോ കോയിൻ ചെയ്തത്, കണ്ടുപിടിച്ചത്, ആ ഫ്രേസ് കണ്ടുപിടിച്ച ആൾക്കാരെ പറ്റി പറയുകയാണ്. അത്തരം പണ്ഡിതന്മാർ തിരക്ക് പിടിച്ചൊരു കഥയുണ്ടാക്കും. ഇടതുപക്ഷത്തിൻ്റെ പഠനങ്ങൾക്ക് ആഴം വേണം, ഉത്തരവാദിത്വ ബോധം കൂടുതൽ വേണം. കാരണം വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വി ആർ ആൻസറബിൾ ടു ദ പീപ്പിൾ, ടു ദ ടൈംസ്, ടു ദ കാലത്തോടും ജനങ്ങളോടും
ഞങ്ങൾ ഉത്തരം പറയേണ്ടവരാണ്. CPIയുടെ തന്നെ യോഗങ്ങളൊക്കെ ചേർന്ന സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ നയങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പാർട്ടി ഘടകങ്ങളിലൊക്കെ തന്നെ. ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങും ചേരുന്നത് മുഖ്യമന്ത്രി വിമർശിക്കാൻ വേണ്ടിയല്ല, അതൊക്കെ മാധ്യമങ്ങളുടെ സങ്കല്പങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ യോഗം ചേരുന്നത് പുതിയ രാഷ്ട്രീയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. CPIയുടെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും സഖാക്കൾ എന്നെ വിമർശിക്കാറുണ്ട്. ഞാൻ സെക്രട്ടറി ആണല്ലോ, എന്നെ വിമർശിക്കാറുണ്ട്. ഞങ്ങളുടെ പാർട്ടി ചർച്ചയുണ്ട്, വിമർശനങ്ങളുണ്ട്. ചർച്ചയിലൂടെയും വിമർശനം വഴിയും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ശരികളിലേക്ക് പോകേണ്ടത്. തലസ്ഥാന കോർപ്പറേഷൻ BJP പിടിച്ചിരിക്കുന്നു. ജനുവരിയിൽ പ്രധാനമന്ത്രി ഇവിടെ വരുന്നു. അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഗുജറാത്തിൽ എങ്ങനെയായിരുന്നു കോർപ്പറേഷൻ പിടിച്ച് അഹമ്മദാബാദ് കോർപ്പറേഷൻ പിടിക്കുന്നു, അതിനുശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം BJPക്ക് ഇക്കണ്ട വർഷം മുഴുവനും ഇക്കണ്ട കാലം മുഴുവനും മറ്റൊരു മുന്നണിയെക്കുറിച്ചോ മറ്റു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഗുജറാത്ത് ജനങ്ങൾ ചിന്തിച്ചിട്ടുമില്ല. അതേ ഒരു സമാനമായ രീതി കേരളത്തിൽ ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലും കണക്കുകൂട്ടലിലുമൊക്കെയാണ്. വളരെ വളരെ ഗൗരവമായി കാണണം. വെല്ലുവിളി നിസ്സാരമല്ല, ചെറുതല്ല. എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഗുജറാത്തല്ല കേരളം, അഹമ്മദാബാദല്ല തിരുവനന്തപുരം. ശരിയാണത്. പക്ഷേ അഹമ്മദാബാദിനെ ഇവിടെ ആവർത്തിക്കാനും ഗുജറാത്തിനെ കേരളത്തിലേക്ക് പറിച്ചു വിടാനൊക്കെ നീക്കമുണ്ടാകും രാഷ്ട്രീയമായിട്ട് BJPയുടെ ഭാഗത്തുനിന്ന്. BJP ഒരു ചെറിയ വിപത്തല്ല, അതിൻ്റെ ആശയം അടിത്തറന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ ആശയമാണത്. ആ മോദി ഇവിടെ തിരുവനന്തപുരം പിടിക്കാൻ പിന്നെ കേരളം പിടിക്കാൻ ഒരു സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുമ്പോൾ അതിനു മുമ്പിൽ ഞങ്ങളുടെ എല്ലാം കടന്നു വളരെ വലുതാണ്. പ്രത്യേകിച്ചും ഇരട്ടി ചുമതലാബോധം കാണിക്കണം ഇടതുപക്ഷം പൊതുവിൽ. BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 3 നിയമസഭാ മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് അവർ കണക്ക് കൂട്ടുന്നത്. ആ രീതിയിൽ എന്തെങ്കിലും ആശങ്ക 2026 CPIക്കുണ്ടോ? ആശങ്കയല്ല, നല്ല ജാഗ്രത വേണം. CPIക്ക് മാത്രമല്ല, CPIക്കും CPMനും LDFനും മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ഇന്ത്യയുടെ മതേതര ഘടനയെപ്പറ്റി ബോധ്യമുള്ള എല്ലാ പൗരന്മാർക്കും ഈ ജാഗ്രത വേണം. ഇവിടെ ഇപ്പോൾ കണ്ണടച്ച് നിന്നാൽ ഈ ജാഗ്രത കൈമോശം വന്നു പോയാൽ ഈ ആപത്ത് വരും. ഒന്നൊന്നായി നമ്മൾ കാണുന്നുണ്ട്, ഓരോ വെളിച്ചവും കെട്ടുപോവുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം കൈക്കലാക്കി ഗവൺമെൻറ്. സുപ്രീം കോടതിയെ വരെ ആ ഗവൺമെൻറ് വെറുതെയിലാക്കാൻ ശ്രമിക്കുകയാണ് തീവ്രമായിട്ട് തന്നെ. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഒരു കാൽക്കീഴിലായി കഴിഞ്ഞിരിക്കുന്നു. സകല അത്തരം സ്ഥാപനങ്ങളെല്ലാം കീഴടക്കിയ ഗവൺമെൻറ് രാജ്യം കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് കേരളത്തെ കാണുമ്പോൾ അത് ചെറിയ ആപത്തല്ല, വലിയ ആപത്താണ്. എന്തായാലും തിരുത്തലുകൾ വരുത്തി മുന്നണി ശരിയായ പാതയിലൂടെ ഈ 2026 നേരിടാൻ ഇടത് ജനാധിപത്യ മുന്നണിക്ക് കഴിയട്ടെ. എല്ലാ ആശംസകളും.